ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡ്രസ്സ്. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ ലുക്കിലാണ് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഗൈസ്, കൊള്ളാമോ? ഇത് ഇപ്പോൾ ശരിയാക്കാം. ഇത് ശരിയായില്ല, അങ്ങനെയല്ല ഇങ്ങനെ ഇല്ല. ഇതെല്ലാം ഇളകി തുടങ്ങി പോകുന്നു ഗൈസ്. എൻ്റെ താടിയും ഈ സാൻഡയുടെ താടിയും ഒട്ടും മാച്ചല്ല ഗൈസ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും ക്രേസി മലർസ് വ്ളോഗ്സിൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഇന്നിപ്പോൾ എന്തായാലും ഒരു ക്രിസ്മസ് വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇതുവരെ ഒരു ട്രൈ പോലും ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഈ ക്രിസ്മസ് ഫാദറിൻ്റെ വേഷം ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഞാൻ ഇങ്ങനെ ഒന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഞാൻ ക്രിസ്മസ് ഫാദറായിട്ട് റെഡിയാവുമെന്ന്. കാരണം ഇതൊക്കെ വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരമായിരുന്നു. എനിക്കങ്ങനെ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുമില്ല, അപ്പോൾ അതിൻ്റെ ടെൻഷനും ഉണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ ഞാൻ ക്രിസ്മസ് ഫാദറായിട്ട് ഇങ്ങനെ സാന്താക്ലോസിൻ്റെ വേഷമൊക്കെ ഇട്ട് വരികയല്ലേ, അപ്പം നിങ്ങളുമായിട്ട് അത് അങ്ങനെ റെഡിയാവുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണിത്. ശരിക്കും ഞാൻ ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ല നാണക്കേടും ചമ്മലും ഒക്കെയാണ് വന്നത്. കാരണം ഞാൻ ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒഴുങ്ങി മാറി നടക്കാറാണ് പതിവ്. ഇന്ന് ഞാൻ ഒരു പുതിയ ആളാവാന്ന് കരുതി. ആരും ഇപ്പോൾ എന്നെ അറിയില്ലല്ലോ. ഈ ഗെറ്റപ്പ് എങ്ങനെയുണ്ട് ഗൈസ്? എന്തായാലും ഇത്തവണ ഞാൻ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ അത് കളയണ്ട, ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ ചർച്ചിലെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റാലിക്കാണ് ഇത്തവണ ക്രിസ്മസ് റാലിയായിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ ഒരു ഫാദറിൻ്റെ വേഷം ഇടുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചത്. സത്യത്തിൽ ഇതെൻ്റെ ചേട്ടനായിരുന്നു ആദ്യം ഈ അവസരം കിട്ടിയത്. കാരണം എൻ്റെ ചേട്ടനെ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, അല്പം വണ്ണമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ ചേട്ടനെ കാണാം. അപ്പം ചേട്ടനായിരുന്നു സത്യത്തിൽ ഇത് ചെയ്യേണ്ടിയിരുന്നത്. അവൻ്റെ പേരാണ് എല്ലാം എഴുതി വെച്ചിരുന്നത്. കാരണം ഇതെനിക്ക് ഭയങ്കര ലൂസാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. പക്ഷേ ഇത് അവന് കറക്റ്റ് ഫിറ്റായിരിക്കും. കാരണം അവന് ഈ സാന്താക്ലോസിൻ്റെ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ശരിക്കും പെർഫെക്റ്റ് സാന്താക്ലോസ് ആയിട്ട് തന്നെ ഇരുന്നേനെ. അപ്പോൾ അവനോട് ചോദിക്കുകയൊന്നും ചെയ്യാതെയാണ് അവൻ്റെ പേരെഴുതി വെച്ചത്. അവ ഇത് കേട്ട പാടെ എന്നെക്കാളും ചമ്മലും നാണവും മടിയും ഒക്കെ ഉള്ളവനാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ എന്തായാലും അപ്പം തന്നെ ഓടിക്കളഞ്ഞു. അപ്പം പിന്നെ ഞാൻ എന്തായാലും അവന് പകരമായിട്ട് ഞാൻ തന്നെ റെഡിയാവാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത്. ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് എന്തായാലും അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്നെക്കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചതല്ല, എന്നാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ എൻ്റെ അനിയത്തിയും ഉണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയും പറഞ്ഞു അവൾ ക്രിസ്മസ് ഫാദർ ആവാം, അവൾക്ക് സാന്താക്ലോസ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അവളും അങ്ങനെ സന്തോഷത്തോടെ വന്നപ്പോൾ ഞാനും പിന്നെ വിചാരിച്ചു, ഞാൻ പിന്നെ മടി പിടിച്ചിരിക്കുന്നത് ഞാനും അങ്ങ് ആവാമെന്ന്. അപ്പോൾ ഈ ഒരു റാലി കളർഫുള്ളാക്കാൻ വേണ്ടി ഞാനും എൻ്റെ അനിയത്തിയും അപ്പോൾ എല്ലാവരുമായിട്ട് ഇങ്ങനെ 2-3 ക്രിസ്മസ് ഫാദേഴ്സ് ഉണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു സത്യത്തിൽ. അതുകൊണ്ട് അങ്ങനെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് സമ്മതിച്ചത്. അപ്പം ഞാൻ ഈ തൊപ്പിയൊക്കെ ഒന്ന് നേരെയാക്കാൻ നോക്കിയിട്ട് ഈ മാസ്കൊക്കെ വെച്ചപ്പോൾ ഇത് ആദ്യമായിട്ട് വെക്കുന്നതുകൊണ്ടുള്ളൊരു അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മാസ്ക് വെച്ചപ്പോൾ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മുഖത്തിന് ചേരുന്ന ഒരു മാസ്ക് അല്ലായിരുന്നു. ഞാൻ പിന്നെ അതിനെ കടിച്ചു പിടിച്ചൊക്കെയാണ് വെച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് റാലി സമയത്ത് അത്രയും ഞാൻ അങ്ങനെ കടിച്ചു പിടിച്ച് തന്നെയാണ് ഇരുന്നത്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കുന്നത്. അങ്ങനെ ഒരു ഫങ്ഷൻസിനൊന്നും മുമ്പ് ഇതുപോലെയൊന്നും ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ മാക്സിമം ചെയ്യണം എന്നുള്ളൊരാഗ്രഹം അങ്ങനെ തോന്നി. അങ്ങനെയാണ് ഞാൻ ഇത്തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. ഞാൻ ഈ തൊപ്പി ഇങ്ങനെ നേരെ നിൽക്കുമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സ്വന്തം ഡ്രസ്സ് തന്നെ അതിൻ്റെ അകത്ത് കുത്തിക്കയറ്റി വയ്ക്കാൻ നോക്കി. പക്ഷേ അത് ഒട്ടും ശരിയായില്ല. കാണാൻ ഭംഗിയാവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്, പക്ഷേ അത് ഒട്ടും ശരിയായില്ല. പിന്നെ എനിക്കതെടുത്ത് മാറ്റേണ്ടി വന്നു. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ സത്യത്തിൽ നല്ലൊരു എൻജോയ്മെൻ്റാണ് ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ വരുമ്പോൾ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഫെസ്റ്റിവൽ സീസണൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. ക്രിസ്മസിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നമുക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ടൈമാണ് ജീവിതത്തിൽ. അപ്പം മാത്രമല്ല നമ്മുടെ വർഷം ഇപ്പോൾ അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഒരു അടിച്ചുപൊളി ടൈമാണിപ്പോൾ. അപ്പം പുതിയ ഹാപ്പി ന്യൂ ഇയർ പറയാൻ പറ്റിയ ഒരു ടൈം കൂടെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതുവർഷ ആശംസകളും കൂടി നേരെയാണ്. ഞാനിപ്പോൾ സാന്താക്ലോസ് ആണല്ലോ, അപ്പോൾ എനിക്കെന്തും പറയാം. അപ്പോൾ ഞാൻ എന്തായാലും പുതിയ വീഡിയോസൊക്കെ ഉടനെ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തവണ ഞാൻ ഇങ്ങനെ ഒരു വെറൈറ്റി വീഡിയോ ചെയ്തപ്പോൾ എനിക്കൊരു സന്തോഷം. ഈ സാന്തയുടെ താടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. കാരണം ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പം ഞാൻ സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തതുകൊണ്ട് കൂടിയാണ് എനിക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ ഒരു മടി. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സപ്പോർട്ട് കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉടനെ തന്നെ നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും ഒക്കെ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഞാൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് സാന്താ ക്ലോസ് എന്ന് പറയുന്ന ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ഇനി കൂടുതൽ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ അനിയത്തി ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അവൾ ഇപ്പോൾ ഹോസ്റ്റലിൽ നിന്നൊക്കെ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും അവൾക്ക് ഒട്ടും ക്ഷീണമൊന്നുമില്ല. അവൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെയൊക്കെ റെഡിയായി ഭയങ്കര സന്തോഷമായിട്ട് നിൽക്കുകയാണ്, ഡാൻസൊക്കെ കളിച്ച്. അപ്പം ഞാൻ ഒഴുകി മാറിയൊക്കെ നിൽക്കുകയായിരുന്നു. പക്ഷേ എന്നെ വെറുതെ വിട്ടില്ല. ഞാനും എൻ്റെ മാക്സിമം അതുപോലെയൊക്കെ എൻജോയ് ചെയ്ത് നിൽക്കാൻ നോക്കിയിട്ടുണ്ട്. കാരണം ഇങ്ങനൊരു നമുക്ക് ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മൾ അത്രയും എനർജി വേണമല്ലോ നമുക്ക്. അപ്പോൾ ഒന്നാമത് എനിക്ക് സുഖമില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും ഭയങ്കര ചൂടാണ് കേട്ടോ ഗൈസ്. ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കുറേ നേരം നിൽക്കുക. എന്നിട്ടും ഞാൻ നോക്കി മാക്സിമം ട്രൈ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം തന്നെ കമൻറ്റ് അറിയിക്കണം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ ഗൈസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ഉള്ള കമൻറ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ചർച്ചിലുള്ള എല്ലാവരും തന്നെ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും നല്ല ക്രിസ്മസ് പാപ്പയുടെ തൊപ്പിയൊക്കെ വെച്ച് നല്ലപോലെ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ് റാലിക്ക് വേണ്ടി. അപ്പം ഞാനും ഇങ്ങനെ ഒരു വണ്ടിയിൽ ഇങ്ങനെ കളർഫുള്ളായിട്ട് ഇരിക്കുകയാണ്, ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട്. സത്യത്തിൽ ഈ മാസ്ക് ഉള്ളതൊരു പ്രൊട്ടക്ഷനായിട്ട് എനിക്ക് ഇപ്പോഴാണ് ഗൈസ് തോന്നുന്നത്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും ഈ മാസ്ക് ഉള്ളതുകൊണ്ട് ഈ ലൈറ്റിൻ്റെ ഹാർഷ് ലൈറ്റ് അടിച്ച് ഭയങ്കര ചൂടായിരുന്നു ഈ ലൈറ്റ് ഇങ്ങനെ മുഖത്തടിക്കപ്പോൾ. അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റി. മാത്രമല്ല എനിക്ക് ഈ നാണക്കേട് ചമ്മലൊന്നും പുറത്ത് കാണില്ലല്ലോ. അപ്പോൾ ആ മാസ്ക് ഉള്ളതുകൊണ്ട് എന്നെ ആരും കാണാനും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൂടി എനിക്ക് ഈ ഒരു മാസ്ക് കൊണ്ട് കിട്ടി. മാത്രമല്ല എൻ്റെ ചേട്ടൻ്റെ ഈ അവസരമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ വെറുതെ ഇരുന്നാൽ മതിയല്ലോ, അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. കാരണം കാലുളുക്കിയും കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ നടക്കണ്ടല്ലോ എന്നുള്ളതായിരുന്നു ഏക ആശ്വാസം. പിന്നെ എനിക്ക് ജലദോഷമായിരുന്നു, അതുകൊണ്ട് എനിക്ക് അതിൻ്റേതായിട്ടുള്ള ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ ക്രിസ്മസ് ഫാദർ ആയിട്ട് വേഷം ഇട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയമായിരുന്നു. ഞാൻ ആരും പ്രതീക്ഷിച്ചില്ല ഞാൻ ക്രിസ്മസ് ഫാദർ ആവുമെന്ന്. അപ്പോൾ എല്ലാവരും എനിക്ക് നല്ല അഭിപ്രായമാണ് കണ്ടവരെല്ലാം പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ റാലി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞാൻ എൻ്റെ ഒരു കാര്യം മറന്നുപോയി ഗൈസ്. എൻ്റെ കയ്യിൽ ഗ്ലൗസ് ഇടണമെന്നുണ്ടായിരുന്നു, അത് മറന്നുപോയി. പിന്നെ നമ്മളിങ്ങനെ റെഡിയായി കുറേ നേരം ഇരുന്നെങ്കിലും ഉടനെ ഒന്ന് റാലി സ്റ്റാർട്ട് ചെയ്തില്ല. ഏകദേശം അരമണിക്കൂറോളം അതേ ഇരിപ്പിരുന്നു. ഞാൻ അപ്പോഴേക്കും ഭയങ്കരമായിട്ട് ചൂടെടുത്ത് ആകെ വല്ലാതെ ആയി, ശ്വാസം മുട്ടും. അങ്ങനെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു ഈ മാസ്കൊക്കെ ഇട്ടിരുന്നപ്പോൾ. കാരണം എൻ്റെ വണ്ടിയിൽ എന്തോ തകരാറിൻ്റെ എന്തോ പ്രശ്നം കൊണ്ടിങ്ങനെ സൗണ്ടിൻ്റെ എന്തോ പ്രശ്നം കൊണ്ടിങ്ങനെ കുറേ നേരം നിർത്തിയിട്ടേക്കായിരുന്നു. അപ്പോൾ ആരും റാലി സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നേരം ബോറടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു വണ്ടിയുടെ പുറത്ത്. പിന്നെ ഈ വീഡിയോ ഒക്കെ എനിക്ക് എൻ്റെ കൊച്ചച്ഛനും ചേട്ടനും ഒക്കെയാണ് എടുത്തു തരാൻ സഹായിച്ചത്. കാരണം അല്ലെങ്കിൽ ഞാനാണ് ഈ വീഡിയോസൊക്കെ സ്വന്തമായിട്ട് തന്നെ എടുക്കുന്നത്. ഇപ്പോൾ ഇത്തവണ എൻ്റെ ചേട്ടനാണ് എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത്. അപ്പോൾ നമ്മൾ റാലിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ചർച്ചിൻ്റെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പോയുള്ളൂ, അതിൻ്റെ അടുത്തുള്ള റോഡുകളിൽ കൂടെയൊക്കെ. അപ്പോൾ പെട്ടെന്ന് തന്നെ റാലി കഴിഞ്ഞു. അപ്പോൾ ഇത്തവണ റാലിക്ക് എന്തായാലും ഭയങ്കര സംഭവമായിട്ട് തന്നെയാണ് നടത്തിയത്. നിറയെ എല്ലാവരും നല്ലപോലെ റെഡിയായി ഡ്രസ്സൊക്കെ ചെയ്ത് വന്നു, ഓരോരുത്തരും ഓരോ കോസ്റ്റ്യൂമിൽ. അതുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളായിരുന്നു റാലി കാണാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ഈ മാസ്ക് കടിച്ചു പിടിച്ചുകൊണ്ടാണ് ഇരുന്നത്. എനിക്ക് വാ തുറക്കാൻ കൂടെ പറ്റിയിട്ടില്ല, ശ്വാസം എടുക്കാൻ പോലും എനിക്ക് പറ്റാതെയാണ് ഞാൻ അവിടെ ഇരുന്ന് ഓരോ കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്മസ് ഫാദേഴ്സൊക്കെ റോഡിൽ കൂടെ വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ക്രിസ്മസ് കേക്ക് കൊടുക്കുന്ന ജോലിയായിരുന്നു. അപ്പോൾ അവരും അതൊക്കെ ചെയ്തുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പം കാണുന്നവർക്കും വഴിയിലുള്ളവർക്കും എല്ലാവർക്കും സത്യത്തിൽ നല്ലൊരു സന്തോഷമായിരുന്നു ഈ ഒരു റാലിയിലൂടെ. അങ്ങനെ റാലിയെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ പള്ളിയുടെ അടുത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു സെലിബ്രേഷനായിരുന്നു അവിടെ. ബാൻഡ് മേളവും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എല്ലാവരും ഇങ്ങനെ കൂടി. അപ്പം ഞാൻ മാത്രം മാറി ഈ വണ്ടിയിലൊന്നും ഇറങ്ങാൻ പറ്റാതെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. സത്യത്തിൽ എനിക്ക് അവിടെ ഇരുന്നപ്പോൾ ഭയങ്കര കംഫർട്ടായിരുന്നു. പിന്നെ എനിക്കൊരു നാണക്കേട് ചമ്മലൊന്നും ഈ ഒരു മാസ്ക് വെച്ചുകൊണ്ട് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ തന്നെ ഇരിക്കാൻ. അപ്പം ഞാൻ അവിടെ അങ്ങനെ സന്തോഷിച്ച് മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വന്ന് സാന്താ ക്ലോസും ബാക്കിയുള്ള കുട്ടികളും എല്ലാവരും അവിടെ ബാൻഡ് സെറ്റിൻ്റെ കൂടെ ഡാൻസൊക്കെ ചെയ്ത് എൻജോയ് ചെയ്ത് നല്ലപോലെ കളിക്കുകയായിരുന്നു. അപ്പം ഞാൻ മാത്രം ഇതെല്ലാം കണ്ട് ദൂരെ മാറിയിരിക്കുന്നത് കണ്ടിട്ട് സത്യത്തിൽ എനിക്കുള്ള പണി ഉടനെ തന്നെ കിട്ടി ഗൈസ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ത് പണിയാണ് എനിക്ക് കിട്ടിയത്. ഈ റാലിയിലൂടെ ശരിക്കും ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും ഒരു ക്രിസ്മസിൻ്റെ ഒരു സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞു. ഞാൻ ഈ മാസ്ക് വെച്ചിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരെ വളരെ കുറച്ചേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇല്ലാത്ത സ്ഥലങ്ങളിലും ഞാൻ കൈവീശിയാണ് പോയത്. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ചിരി വരുന്നുണ്ട്. ക്രിസ്മസ് സീസണിൻ്റെ ഒരു വൈബ് എല്ലാവർക്കും കിട്ടി സത്യത്തിൽ.
അത്രയ്ക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു എല്ലാവർക്കും. ഈ റാലിയിൽ പങ്കെടുത്തവർക്കും അതുപോലെ എല്ലാം കണ്ട് വഴിയിൽ നിന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഒരു എൻ്റർടൈൻമെൻറ്റും ഒരു സന്തോഷവും കൊടുക്കാൻ ഈ റാലിക്ക് പറ്റി. എന്തായാലും നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ഡാൻസൊക്കെ ചെയ്തിരുന്നപ്പോഴാണ് ഞാൻ മാത്രം അവിടെ മാറിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന സാന്താക്ലോസുമാരെല്ലാം ഇവിടെ ബാൻഡ് സെറ്റിൻ്റെ കൂടെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്ത് അടിച്ചു പൊളിച്ച് നിൽക്കുകയാണ്, മറ്റുള്ളവരെയൊക്കെ എൻ്റർടൈൻമെൻ്റ് ഒക്കെ ചെയ്ത്. അപ്പം ഞാൻ മാത്രം ഇതിലൊന്നും പെടാതെ ഒഴുകി മാറിയിരിക്കുന്നത് കണ്ടിട്ട് കുറച്ച് പേര് അച്ഛനുമായിട്ട് വന്ന് എന്നെ ആ വണ്ടിയിലൊന്ന് ഇറക്കി ഇവരുടെ ഇടയിലോട്ട് പറഞ്ഞു വിട്ടേക്കാണ് ഗൈസ്. സത്യത്തിൽ ഞാൻ പെട്ടു എന്ന് തന്നെ പറയാം. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയായിപ്പോയി. പെട്ടെന്ന് ബ്ലാങ്ക് ആയിപ്പോയി ഞാൻ എന്ത് ചെയ്യണമെന്ന്. കാരണം ഞാൻ ഒട്ടും ഇതൊന്നും പ്ലാൻ ചെയ്തതോ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തതോ ഒന്നും വന്നതല്ല. ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യത്തിൽ ഞാൻ വരേയില്ലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് നോക്കി ഞാൻ ഇങ്ങനെ കുറ്റിയടിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു അവസരമാണല്ലോ, നമുക്കിനി ഇതുപോലെ അവസരമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കിട്ടിയ അവസരം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മറ്റുള്ളവർ എൻ്റർടൈൻമെൻറ്റും കൂടെ ചെയ്യാമല്ലോ. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വയ്യെങ്കിലും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അവരുടെ കൂടെ കൂടി. അപ്പോൾ എൻ്റെ അനിയത്തിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ കൂടെയൊക്കെ ഡാൻസ് ചെയ്ത് അടിച്ചു പൊളിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒട്ടും പ്രതീക്ഷിക്കാതെ സംഭവിച്ചതാണ് ഇതൊക്കെ. അപ്പോൾ അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഡാൻസ് കളിക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം നമ്മളെന്തായാലും ഇവിടെ വന്ന് പെട്ടുപോയല്ലോ, ഇനിയിപ്പം അതിൽ കൂടെ അങ്ങ് നിൽക്കേണ്ടത് തന്നെയാണ് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ ലൈഫിൽ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ വല്ലപ്പോഴല്ലേ വരുള്ളൂ. അപ്പോൾ നമ്മളങ്ങ് മാക്സിമം എൻജോയ് ചെയ്യുക, അത്ര തന്നെ. അങ്ങനെ ഞാൻ ഡാൻസൊക്കെ ചെയ്ത് കുറേ നേരം നിന്നു. എന്ത് കളിക്കണമെന്നൊന്നും അറിഞ്ഞൂടാ. മാത്രമല്ല ഈ മാസ്ക് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് ആരെയും ഒന്നും കണ്ടും കൂടാ. ഞാൻ ആരെങ്കിലും നോക്കി അവർ ചെയ്യുന്ന പോലെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഒന്നും നടന്നില്ല. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് ഞാൻ കളിച്ചു. എനിക്കറിയാവുന്ന പോലെയെല്ലാം ഡാൻസ് കളിച്ചു. അപ്പോൾ കുറേ 2-3 ഡാൻസൊക്കെ ഞാൻ കളിച്ചു 2-3 പാട്ടിന്. അപ്പോൾ എനിക്ക് പിന്നെ സത്യത്തിൽ മതി, ഞാൻ ഇങ്ങനെ ഇത്രയും വൈബൊന്നും എനിക്കില്ല ഗൈസ്. അപ്പോൾ എൻ്റെ എനർജി പോണത് വരെ ഞാൻ കളിച്ചു. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം, കണ്ടു നിന്നവർക്കും സന്തോഷം. അങ്ങനെ അവരുടെ കൂടെ ഒരാളായിട്ട് അങ്ങനെ ഞാൻ കുറേ നേരം കളിച്ചു നിന്നു. അങ്ങനെ കുറേ നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് ശ്വാസം മുട്ട് തോന്നി. ഞാൻ അങ്ങനെ മാസ്കൊക്കെ മാറ്റി കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ പാട്ടൊന്ന് തീർന്നാൽ മതിയായിരുന്നു. അപ്പോൾ അത് തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം നിന്നു. എന്നിട്ട് ഞാൻ തീരുന്നില്ല എന്ന് കണ്ടപ്പോൾ വീണ്ടും ഞാൻ മാസ്ക് വെച്ച് അത് തീരുന്നവരെ എന്തെങ്കിലും ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അടുത്ത പാട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് ഓടിക്കളഞ്ഞു. സത്യത്തിൽ ഞാൻ ഈ പാട്ട് തീർന്ന അവിടെ നിന്ന് മുങ്ങി നേരെ പോയി ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ആളെ തിരിച്ചറിയില്ലല്ലോ, ഉടനെ തന്നെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറ്റി. പക്ഷേ എല്ലാവരും എന്നെ മനസ്സിലാക്കി എന്നുള്ളതാണ്, എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ മാസ്ക് വെക്കാതെ മാസ്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ സത്യത്തിൽ ഞാൻ ഇത്തിരി സന്തോഷിച്ചിരുന്നത്. ആരും എന്നെ അറിയില്ലല്ലോ എന്ന് വിചാരിച്ചു, പക്ഷെ മിക്കവരും എന്നെ അറിഞ്ഞു. അപ്പോൾ എന്തായാലും ഇത്തവണത്തെ ക്രിസ്മസ് എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. എനിക്കും ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ക്രിസ്മസ് തന്നെയായിരുന്നു. അപ്പോൾ വളരെ സന്തോഷത്തോടെ എല്ലാവർക്കും ആഘോഷിക്കാൻ കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു ഇത്തവണത്തെ ക്രിസ്മസ്. അപ്പം പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പറയുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ ഗൈസ്. ബൈ.